നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയോട് കഴിഞ്ഞ ദിവസവും പാകിസ്ഥാൻ കാണിച്ചത് നെറികേടാണ്. അങ്ങേയറ്റത്തെ നെറികേട് എന്താണെന്നല്ലേ? 36,000 അടി മുകളിൽ 220 ഇന്ത്യക്കാരുടെ കൂട്ടക്കുരുതി ആഗ്രഹിച്ച് പാകിസ്ഥാൻ കാണിച്ച ക്രൂരത അത് ഇന്ത്യ കാണാതെ പോകില്ല. ഓർക്കുന്നുണ്ടാകും, ആകാശച്ചുഴിയിലും ആലിപ്പഴ വീഴ്ചയിലും പെട്ട ഇൻഡിഗോ വിമാനത്തിന് ലാഹോറിൽ അടിയന്തര ലാൻഡിങ്ങിന് അനുമതി നൽകാൻ പൈലറ്റ് വിളിച്ചപ്പോൾ അത് നിഷേധിക്കുകയായിരുന്നു പാകിസ്ഥാൻ. മുൻഭാഗം തകർന്ന വിമാനം പൈലറ്റിന്റെ മനോധൈര്യം കൊണ്ട് മാത്രമാണ് ശ്രീനഗറിൽ ഒരുവിധം ലാൻഡ് ചെയ്യാൻ സാധിച്ചത്. ഇന്ത്യയോടുള്ള വിദ്വേഷം യാത്രക്കാരോട് തീർക്കാനുള്ള പാകിസ്ഥാന്റെ കുടില ബുദ്ധിയിൽ വൻ പ്രതിഷേധം ഇന്ത്യയിൽ നിന്ന് ഉയർന്നതാണ്. അപ്പോൾ ഓർത്തില്ലേ, സിന്ധു നദിയിൽ ഇന്ത്യ വിട്ടുവീഴ്ച കാണിക്കണം, അതിനുവേണ്ടിയെങ്കിലും ലാഹോറിൽ ആ വിമാനം ഇറക്കാൻ അനുമതി കൊടുക്കണമെന്ന്. അപ്പോൾ അതിന് വയ്യ. കാരണം നിരവധി യാത്രക്കാരുമായിട്ടാണ് ആ വിമാനം പറന്നുയർന്നത്. ആ വിമാനത്തിലുള്ളവർ മരിക്കുന്നെങ്കിൽ അങ്ങ് മരിക്കട്ടെ, ഇന്ത്യയോടുള്ള വെറുപ്പ് അതിലൂടെയെങ്കിലും കാണിക്കാനുള്ള കുടിലത അതാണ് പാകിസ്ഥാൻ കാണിച്ചത്. ഇവിടെയും അസിം മുനീറിന്റെ തല പ്രവർത്തിച്ചിട്ടുണ്ടാകും, ലാൻഡിങ്ങിന് അനുമതി കൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട്. പഞ്ചാബിലെ അമൃത്സറിന് മുകളിലൂടെ പറക്കുമ്പോഴാണ് കാലാവസ്ഥ പ്രതികൂലമാകുന്നത്. തുടർന്നാണ് പൈലറ്റ് തൊട്ടടുത്ത ലാഹോർ വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോളറുമായി ബന്ധപ്പെട്ടത്, അടിയന്തര ലാൻഡിങ്ങിന് അനുമതി തേടിയതും. എന്നാൽ ഇന്ത്യൻ വിമാനങ്ങൾക്ക് വിലക്കുള്ളതിനാൽ അനുമതി നൽകാനാകില്ല എന്ന് പാകിസ്ഥാൻ കട്ടായം പറയുകയായിരുന്നു. ഇന്നിപ്പോൾ ഗോൾ ഇന്ത്യയുടെ കോർട്ടിലാണ്. സിന്ധു നദിയിൽ ഇന്ത്യ പിടിമുറുക്കുമ്പോൾ പാകിസ്ഥാന് വേവലാതിയാണ്, വിയർക്കുകയാണ്. ഒരു തുള്ളി വെള്ളം തൊണ്ടയ്ക്ക് കീഴ്പോട്ടിറങ്ങണമെങ്കിൽ ഇന്ത്യ കനിയണം. ആ ഇന്ത്യ കനിയണമേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് നിലവിളിക്കുകയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി. കാരണം പാകിസ്ഥാനിലെ ജനങ്ങൾ സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. അവർ കലാപമുണ്ടാക്കും, ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കും, തെരുവിലേക്കിറങ്ങി എല്ലാം അടിച്ചു തകർക്കും. ഇപ്പോൾ തന്നെ പട്ടിണിയിലും പരിവട്ടത്തിലും നയാ പൈസയും ഇല്ലാതെ പാകിസ്ഥാൻ നെട്ടോട്ടം ഓടുകയാണ്. അതിൻ്റെ കൂടെ ജനങ്ങൾ കൂടി തെരുവിലേക്കിറങ്ങി എല്ലാം തകർത്തെറിയാൻ തുടങ്ങിയാൽ പാകിസ്ഥാൻ ഭരണകൂടം നിലം പൊത്തും. ഇവിടെയാണ് ഇന്ത്യ ഇനി തല ഉയർത്താൻ പോകുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അല്ല, ഇന്ത്യയുടെ കാലിൽ വന്ന് വീഴേണ്ടത് പാക് പട്ടാള മേധാവി അസീം മുനീറാണ്. അവൻ വരട്ടെ എന്ന് ഇന്ത്യ നിലപാടെടുക്കും. ഇന്ത്യയുടെ കാൽ ചുവട്ടിൽ അസീം മുനീറിനെ കിട്ടണം. കാരണം ഇന്ത്യയുടെ നെഞ്ച് കീറി മുറിച്ച പഹൽഗാം ആക്രമണത്തിന് പിന്നിലെ സൂത്രധാരൻ അസീം മുനീറാണ്. അത് ഇന്ത്യ ഒരു കാലത്തും മറക്കില്ല. അതുകൊണ്ട് കെഞ്ചാൻ അസീം മുനീർ വരട്ടെ എന്നുള്ള നിലപാട് ഇന്ത്യ എടുത്താൽ പാകിസ്ഥാൻ വീണ്ടും തറ പറ്റും. അങ്ങനെ അസീം മുനീർ കൈതൊഴുത് ഇന്ത്യക്ക് മുന്നിൽ വന്ന് നിൽക്കുമോ എന്നൊന്ന് കാണട്ടെ. ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ച ഇന്ത്യയുടെ നടപടി പാകിസ്ഥാനെ അടിമുടി തകർത്തുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ പ്രതിഷേധവുമായി തെരുവിലേക്കിറങ്ങുന്നതിൻ്റെ വാർത്തകളാണ്. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് പാകിസ്ഥാൻ നൽകുന്ന പിന്തുണ അവസാനിപ്പിക്കുന്നതുവരെ ഈ നിലപാടിൽ മാറ്റമില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കുകയാണ്. സിന്ധു നദിയിൽ ഒരു ചർച്ചയ്ക്കും ഇന്ത്യ തയ്യാറല്ല എന്ന്. അതുകൂടാതെ കഴിഞ്ഞ ദിവസം കാണിച്ച നെറികേടിനൂടെ ഉള്ള മറുപടിയാണ് ഇന്ത്യ കൊടുക്കുന്നത്. കുടിലതയും കുതന്ത്രങ്ങളും മാറ്റിവെച്ച് ഇന്ത്യക്ക് മുൻപിൽ ഇങ്ങ് നിലത്ത് വന്ന് ഇറങ്ങി നിൽക്കാൻ. സിന്ധു നദീജലം അത് പാകിസ്ഥാന് ശരീരത്തിലെ രക്തം പോലെയാണ്. അവിടെ ഒന്ന് പിടിമുറുക്കിക്കഴിഞ്ഞാൽ രക്തയോട്ടം നിലയ്ക്കും. അതാണ് പാകിസ്ഥാന്റെ അവസ്ഥ. അതുതന്നെയാണ് ഷഹബാസ് ഷെരീഫിന്റെ വായിൽ നിന്ന് വന്നതും. സിന്ധു നദീജലം പാകിസ്ഥാന്റെ ജീവരേഖയാണെന്നും ഇത് താൽക്കാലികമായി നിർത്തിവെക്കുന്നത് പോലും രാജ്യത്ത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും അതുകൊണ്ട് ഇന്ത്യ കനിഞ്ഞേ മതിയാകൂ എന്നാണ് എങ്ങനെയെങ്കിലും ഒന്ന് മരവിപ്പിച്ച ആ നടപടി പിൻവലിക്കണമെന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജലബോംബ് നിർവീര്യമാക്കാൻ ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനോട് പാക് സെനറ്റർ സയ്യിദ് അലി സഫർ ആവശ്യപ്പെട്ടു. പാകിസ്ഥാനിൽ 10 സിന്ധു നദീജലത്തെ ആശ്രയിക്കുന്നുണ്ടെന്നും പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ വലിയൊരു വിഭാഗം ജനങ്ങൾ മരിക്കുമെന്നും പ്രതിപക്ഷ പാർട്ടിയായ പാകിസ്ഥാൻ തെഹരീക്ക് ഇ ഇൻസാഫ് സെനറ്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇന്ത്യ കടുത്ത നിലപാടുകൾ സ്വീകരിച്ചത്. ഇതോടെ പാകിസ്ഥാന് വീർപ്പുമുട്ടൽ തുടങ്ങിയത്.
ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന് ശക്തമായ സന്ദേശമാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. സിന്ധു നദീജല കരാർ ലംഘിച്ചത് പാകിസ്ഥാനാണെന്നും തുടർച്ചയായ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണങ്ങളാണ് കരാർ നിർത്തിവെക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചതെന്നും ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവതനേനി ഹരീഷ് വ്യക്തമാക്കിയത്. 65 വർഷം മുൻപ് നല്ല മനസ്സോടെയാണ് ഇന്ത്യ സിന്ധു നദീജല ഉടമ്പടിയിൽ ഏർപ്പെട്ടത്. നല്ല മനസ്സോടെയും സൗഹൃദത്തോടെയും ഈ ഉടമ്പടി കൊണ്ടുപോകണമെന്നാണ് കരാറിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 6.5 പതിറ്റാണ്ടുകളായി 3 യുദ്ധങ്ങളും ആയിരക്കണക്കിന് ഭീകരാക്രമണങ്ങളും അഴിച്ചുവിട്ടുകൊണ്ട് പാകിസ്ഥാൻ കരാറിൻ്റെ ആത്മാവിനെ ലംഘിച്ചു. കഴിഞ്ഞ 4 പതിറ്റാണ്ടിനിടെ 20,000-ലധികം ഇന്ത്യക്കാരുടെ ജീവൻ ഭീകരാക്രമണങ്ങളിൽ നഷ്ടപ്പെട്ടു. ഏറ്റവും ഒടുവിലത്തേത് കഴിഞ്ഞ മാസം പഹൽഗാമിൽ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടുള്ള ക്രൂരമായ ഭീകരാക്രമണമായിരുന്നു. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു. പാകിസ്ഥാൻ PTI സെനറ്റർ സയ്യിദ് അലി സഫർ പറഞ്ഞത്, പ്രതിസന്ധി എത്രയും വേഗം പരിഹരിക്കാൻ ഇന്ത്യ മുൻകൈയെടുത്തില്ലെങ്കിൽ പാകിസ്ഥാനിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുമെന്നാണ്. ഈ ജലപ്രതിസന്ധി ഇപ്പോൾ പരിഹരിച്ചില്ലെങ്കിൽ നമ്മൾ പട്ടിണി കിടന്ന് മരിക്കാനിടയുണ്ട്. കാരണം സിന്ധു നദീതടം നമ്മുടെ ജീവാത്മാവും പരമാത്മാവുമാണ്. നമ്മുടെ വെള്ളത്തിൻ്റെ 3/4 ഭാഗവും രാജ്യത്തിന് പുറത്തുനിന്നാണ് വരുന്നത്. ഓരോ 10-ൽ 9 പേരും അതിർത്തി തടങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ജീവിതം നയിക്കുന്നതെന്നും സഫർ പറഞ്ഞു. പാകിസ്ഥാന്റെ സൈന്യവും സമ്പദ് വ്യവസ്ഥയും ഓരോ ഭീകരാക്രമണത്തിനും വില നൽകേണ്ടി വരും. പാകിസ്ഥാന് ഇന്ത്യയുടെ വെള്ളം ലഭിക്കില്ല. ഇന്ത്യയുടെ രക്തവുമായി കളിച്ചതിന് അവർക്ക് വില നൽകേണ്ടി വരും. ഇത് ഇന്ത്യയുടെ ദൃഢനിശ്ചയമാണ്. ലോകത്തൊരു ശക്തിക്കും നമ്മളെ ഈ ദൃഢനിശ്ചയത്തിൽ നിന്ന് മാറ്റാൻ കഴിയില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കട്ടായം മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. അതുതന്നെയാണ് രാജ്യത്തെ എല്ലാവരുടെയും മുന്നറിയിപ്പും. സിന്ധു നദീജല കരാർ പ്രകാരം സിന്ധു നദീതടത്തിലെ 6 നദികളിൽ കിഴക്കൻ നദികളായ ബിയാസ്, രവി, സത്ലജ് എന്നിവയുടെ ജലം ഇന്ത്യക്കും പടിഞ്ഞാറൻ നദികളായ സിന്ധു, ഝലം, ചെനാബ് എന്നിവയുടെ ജലം പാകിസ്ഥാനുമാണ് ലഭിക്കുന്നത്. പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന ജലത്തിൻ്റെ 80% ഈ നദികളിൽ നിന്നാണ്. 1.6 കോടി ഹെക്ടർ പ്രദേശത്തെ കൃഷി സിന്ധു നദീജലം ഉപയോഗിച്ചാണ്. കറാച്ചിയും ലാഹോറും പോലുള്ള വൻ നഗരങ്ങളിൽ ശുദ്ധജലം എത്തിക്കുന്നതും സിന്ധുവിൽ നിന്നാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഈ നീക്കം പാകിസ്ഥാന് കടുത്ത വെല്ലുവിളിയെന്നല്ല, അവരുടെ മരണ വാറന്റിൽ അവർ തന്നെ ഒപ്പിട്ടതിന് തുല്യമാണ്. കശ്മീരിലെ ഭീകരപ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ പാകിസ്ഥാനെ നിർബന്ധിതരാക്കുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ സംഘർഷ സാധ്യതകൾ പൊട്ടിപ്പുറപ്പെട്ടേക്കാം. എന്നാലും ഇന്ത്യക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, തീവ്രവാദം അവസാനിപ്പിക്കൂ, അപ്പോൾ ആലോചിക്കാം വെള്ളം തരണമോ എന്ന്. ഇത് പോയി അസിം മുനീറിനോട് പറയുക. അസിം മുനീർ കൊമ്പത്ത് നിന്ന് താഴേക്കിറങ്ങട്ടെ, ഇന്ത്യയുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കട്ടെ. അതുവരെ ഇന്ത്യയുടെ കോർട്ടിൽ തന്നെയാണ് ഗോള്.